ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم عباد الله وإياي بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الناس كلوا مما في الأرض حلالا طيبا ولا تتبعوا خطوات الشيطان إنه لكم عدو مبين സൃഷ്ടാവും പ്രപഞ്ചനാഥനുമായ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യം എന്നോടും പിന്നീട് നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു. പരമകാരുണ്യകൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്നെല്ലാം അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. മനുഷ്യന്റെ മാനസികവും ശാരീരികവുമായ ശുദ്ധീകരണമാണ് നോമ്പിലൂടെ സാധ്യമാകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഹൃദയത്തിൽ അശുദ്ധി വേറിക്കൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെ ഹൃദയത്തിന്റെ ശുദ്ധീകരണം, ശരീരത്തിന്റെ ശുദ്ധീകരണം, അതിലൂടെയാണ് റബ്ബിലേക്ക് നമുക്ക് അടുക്കാൻ സാധ്യമാകുന്നത്. ആ ശുദ്ധീകരണത്തിന്റെ പൂർത്തീകരണമാണ് സക്കാത്തിലൂടെയും സാധ്യമാകുന്നത്. കാരണം ഒരു വിശ്വാസി കഴിക്കുന്ന ഭക്ഷണം, അവൻ ധരിക്കുന്ന വസ്ത്രം, അവൻ ഉപയോഗിക്കുന്ന വാഹനം, വീട്, മറ്റെല്ലാം ശുദ്ധിയുള്ളതായിരിക്കണം. അഴുക്ക് ഉള്ള ഭക്ഷണം കഴിച്ചാൽ അത് അവനെ ബാധിക്കും. അള്ളാഹുവിലേക്ക് അടുക്കുന്നതിന് തടസ്സമായി തീരും ആ അഴുക്ക്. അപ്പോ സമ്പത്തിന്റെ ശുദ്ധീകരണമാണ്. നമ്മുടെ സമ്പത്തിന്റെ, അന്യരുടെ സമ്പത്തല്ല, ഹലാലായ മാർഗത്തിൽ നാം സമ്പാദിച്ച നമ്മുടെ സമ്പത്ത് പോലും ശുദ്ധമാകണമെങ്കിൽ, അത് സക്കാത്ത് കൊടുക്കാനുള്ള പരിധിയിലെത്തിയിട്ടുണ്ടെങ്കിൽ ആ സക്കാത്ത് നീക്കാതെ ആ സമ്പത്ത് ശുദ്ധിയാവില്ല. എന്റേതാണ്, എനിക്ക് അനന്തരം ലഭിച്ചതാണ് എന്ന് പറഞ്ഞതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. ഈ സമ്പത്ത് തന്നത് അല്ലാഹുവാണ്. ആ അല്ലാഹുവാണ് പറയുന്നത്, നിശ്ചിത ശതമാനം നിന്റേതല്ല. നീ അധ്വാനിച്ചിട്ട് ലഭിച്ച സമ്പത്തിന്റെ, നിനക്ക് അനന്തരം ലഭിച്ച സമ്പത്തിന്റെ 100% നിന്റേതല്ല. അതിൽ നിന്ന് നിശ്ചിത വിഹിതം അർഹതപ്പെട്ട ആളുകൾക്ക് നീ മാറ്റിവെക്കണം. അല്ലെങ്കിൽ നിന്റെ സമ്പത്ത് അഴുക്കുള്ളതായി തീരും, കലർപ്പുള്ളതായി തീരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു കൽപ്പിക്കുന്നു, ഖുദ് മിൻ അംവാലിഹിം സദഖതൻ. പ്രവാചകരെ, ജനങ്ങളുടെ സമ്പത്തിൽ നിന്ന്
അവരുടെ സക്കാത്ത് നീ സ്വീകരിക്കണം. തുതഹിറുഹും, അതുവഴി അവരെ ശുദ്ധീകരിക്കണം. വതുസക്കീഹിം ബിഹാ, സംസ്കരിക്കണം. അവരെ ശുദ്ധീകരിക്കണം, അവരെ സംസ്കരിക്കണം. എന്തിൽ നിന്നാണ് ഈ ശുദ്ധീകരണം? ഇവിടെയും ശരീരം ശുദ്ധീകരിക്കപ്പെടുന്നു, ഹൃദയം ശുദ്ധീകരിക്കപ്പെടുന്നു. രണ്ടും വേറിട്ട് മനസ്സിലാക്കണം. ശരീരം ശുദ്ധീകരിക്കപ്പെടുന്നത് സക്കാത്തായി അല്ലാഹു നിർബന്ധമാക്കിയതിനെ ഒഴിവാക്കുമ്പോൾ സമ്പത്താണെന്ന് വിചാരിക്കുക. 97%, 2% മാത്രമാണ് സക്കാത്തുള്ളത്. ഒരു വർഷം ഒരിക്കൽ മാത്രം സക്കാത്ത് കൊടുത്താൽ മതിയാവും. അതിന്റെ 2% മാത്രമാണ് അല്ലാഹു സക്കാത്ത് നിർബന്ധമാക്കിയത്. സ്വർണമായാലും വെള്ളിയായാലും പണമായിരുന്നാലും. കൃഷിയാകുമ്പോൾ 5% സക്കാത്ത് കൊടുക്കേണ്ടതുണ്ടാവും, 10% സക്കാത്ത് കൊടുക്കേണ്ടതുണ്ടാവും. 5% എന്നത് നമ്മൾ പണിയെടുത്ത് അധ്വാനിച്ച് വളവും വെള്ളവും കൊടുത്തുകൊണ്ട് പരിപാലിച്ചു കിട്ടുന്ന കൃഷിയാണെങ്കിൽ 5% അതിന്റെ സക്കാത്ത്. നമ്മൾ ഒന്നും ചെയ്യാതെ വെറുതെ ഉണ്ടാകുന്നതാണെങ്കിൽ യാതൊരു പണിയും അതിന്റെ പിന്നിലില്ല. വെള്ളം വേണ്ട, വളം വേണ്ട, പണി വേണ്ട, പണിക്കാരും വേണ്ട എങ്കിൽ അങ്ങനെ ഫ്രീ ആയി ലഭിക്കുന്ന കാർഷിക വിഭവങ്ങൾക്ക് 10% സക്കാത്താണ്. അപ്പൊ സാധാരണഗതിയിൽ സമ്പത്തിന്റെ ആണല്ലോ നമ്മൾ പറയുക. അത് അശുദ്ധിയാണെന്ന്, അത് നീക്കിയാലേ ഇത് ശുദ്ധമാകൂ. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മാ ഖാലിതത്തി സദഖ ഔ ഖാല സക്കാ. റസൂൽ പറഞ്ഞു, സദഖയോട് അല്ലെങ്കിൽ സക്കാത്തിനോട് കൂടിക്കലർന്നാൽ മാലൻ, മറ്റു ധനം, സക്കാത്തിന്റെ മുതല് നമ്മുടെ മറ്റു ആസ്തിയോട് കൂടിക്കലർന്നാൽ അഫ്സദത്തുഹു, നമ്മുടെ സ്വന്തം സ്വത്തിനെ അത് മലിനമാക്കും. 2.5 നീക്കിയാൽ 97 ശുദ്ധിയായി കിട്ടും. പേടിയാണ് ആൾക്കാർക്ക് സക്കാത്ത് കണക്കാക്കാൻ തന്നെ. പേടിയാണ്, കുറഞ്ഞു പോകുന്നു. ശൈത്താൻ മനുഷ്യനോട് പറയാണ് കൊടുത്താൽ കുറയും. അല്ലാഹ് മനുഷ്യനോട് പറയാണ് കൊടുത്താൽ കൂടും. കൊടുത്താൽ കൂടുമെന്ന് അല്ലാഹ് പറയുമ്പോൾ ശൈത്താൻ പറയുന്നു കൊടുത്താൽ കുറയും. അതുകൊണ്ട് സമ്പത്തിന്റെ ഈ ശുദ്ധീകരണം നടത്തുന്നതിൽ വമ്പിച്ച വീഴ്ച പറ്റി. സക്കാത്ത് കൊണ്ട് ഹൃദയത്തിന് എങ്ങനെ ശുദ്ധീകരിക്കും അത് വേറെ മനസ്സിലാക്കണം. ഒന്നാമത്തത് പിശുക്കിൽ നിന്നാണ്. സക്കാത്ത് കൊടുക്കുന്നവൻ പിശുക്കിൽ നിന്ന് മോചിതനാവും. പിശുക്ക് എന്ന് പറഞ്ഞാൽ എന്താ? കൊടുക്കാതിരിക്കുക, കൊടുക്കുന്നതിൽ പ്രയാസം, ഇങ്ങനെ കൂട്ടി വെക്കുക എന്നുള്ളതാണ്. കൊടുക്കാതെ കൂട്ടി വെക്കുന്നതാണല്ലോ പിശുക്ക്. അത് വലിയ മാരകമായൊരു രോഗമാണ്, അപകടം പിടിച്ച രോഗമാണ്. ആ രോഗത്തിന്റെ ശമനമാണ് സക്കാത്ത്. കൊടുക്കുക എന്റേതേ ഹലാലായ വഴിക്ക് തന്നെ കിട്ടിയത്, ഹറാമായ വഴി പാടില്ലല്ലോ. ഹലാലായ വഴിക്ക് കിട്ടിയ എന്റെ സ്വത്തിൽ നിന്ന് ഞാൻ കൊടുക്കുകയാണ്. അവൻ പിശുക്കിൽ നിന്ന് രക്ഷപ്പെടും. സമ്പത്തിനോടുള്ള ആർത്തിയിൽ നിന്ന് അവന്റെ ഹൃദയം ശുദ്ധീകരിക്കപ്പെടും. എങ്ങനെയെങ്കിലൊക്കെ പണം ഉണ്ടാക്കണമെന്ന ആർത്തിയിൽ നിന്ന് സക്കാത്ത് കൊടുക്കുന്നവൻ രക്ഷപ്പെടും. പലിശയിൽ നിന്ന് അവൻ രക്ഷപ്പെടും. സക്കാത്ത് കൊടുക്കുന്നവർക്ക് പലിശ കിട്ടിയിട്ട് എന്താ കാര്യം? അന്യന്റെ മുതലല്ലേ പലിശ. പലിശയുടെ വിപരീതമാണ് സക്കാത്ത്. പണക്കാരൻ പാവപ്പെട്ടവന് കടം കൊടുത്ത് പാവപ്പെട്ടവന്റെ സമ്പത്ത് ചൂഷണം ചെയ്യുന്ന മാർഗമാണ് പലിശ. വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. സമ്പന്നൻ പാവപ്പെട്ടവന്റെ അത്യാവശ്യ സന്ദർഭങ്ങളിൽ പണം കടം കൊടുത്ത് അതിന് ആ പാവപ്പെട്ടവന്റെ സമ്പത്ത് ചൂഷണം ചെയ്യുന്ന മാർഗമാണ് പലിശ. സക്കാത്തോ സമ്പന്നൻ പാവപ്പെട്ടവന് സന്തോഷത്തോടെ ഫ്രീ ആയി കൊടുക്കുന്നത്.
നേർവിപരീതം. ഇങ്ങനെ പലിശ, പിശുക്ക്, ആർത്തി, അന്യന്റെ മുതലിനോടുള്ള കൊതി, അന്യന്റെ വളർച്ചയിലുള്ള അസൂയ, ഇത് എല്ലാം ഹൃദയത്തിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെടുകയാണ് സക്കാത്ത് കൊടുക്കുന്നവനെ. പക്ഷേ പ്രിയപ്പെട്ടവരെ, എല്ലാ റമദാനിലും മിക്കവാറും രണ്ടാമത്തെ വെള്ളിയാഴ്ച എല്ലാ കൊല്ലവും സക്കാത്തിനെ കുറിച്ച് നമ്മൾ പറയും. ഈ മിമ്പറിൽ നിന്നും കാലങ്ങളായി നിങ്ങൾ അങ്ങനെ കേൾക്കുന്നു. മറ്റു ക്ലാസുകൾ, ഈ കാലഘട്ടത്തിലെ പ്രഭാഷണങ്ങൾ, ക്ലാസുകളൊക്കെയും ലേഖനങ്ങൾ ഒക്കെയും സക്കാത്തുമായിട്ട് ബന്ധപ്പെട്ട് വരും. നമ്മൾ കേൾക്കും, നല്ല പരിചയമുണ്ട് നമുക്ക്. എന്നാലും ഒരു അറിയായിക സക്കാത്തിന്റെ കാര്യത്തിൽ മാത്രം സംഭവിച്ചതാണത്. നമസ്കാരത്തിന്റെ കാര്യത്തിലും സംഭവിച്ചിട്ടില്ല, നോമ്പിന്റെ കാര്യത്തിലും അത് സംഭവിച്ചിട്ടില്ല. ഞാൻ തെളിയിച്ചു തരാമത്. നിങ്ങൾ അള്ളാന്റെ പള്ളിയിൽ ഈ സമയത്ത് പുണ്യം നേടുന്ന സമയത്ത് ഒരു സെക്കൻഡ് നിങ്ങളുടെ ഹൃദയം കൂടി തന്നു നോക്കിയാൽ നിങ്ങൾ ഒരു ദീനി നിഷ്ഠയുള്ള ആളെ കുറിച്ചുള്ള നമ്മുടെ ചർച്ച നമ്മളോടൊരാൾ ചോദിക്കാം, ചിലപ്പോ കല്യാണത്തിന്റെ വിഷയമായി, എങ്ങനെ ഉണ്ടാക്കുമ്പോ നല്ല ദീനുള്ള ആളാ, നിസ്കാരമൊന്നും മുടക്കൂല, നോമ്പൊക്കെ ഭയങ്കര സംഭവം, അദ്ദേഹത്തിന് നല്ല കുടുംബം, ധൈര്യമായിട്ട് കെട്ടിച്ചോന്നുക. അദ്ദേഹം 2 ഹജ്ജ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു, കഴിഞ്ഞല്ലോ ഉംറക്ക് പോയി, നല്ല ദീനി കുടുംബം. സക്കാത്ത് കൊടുക്കുന്ന ആളാണോ അല്ലേ എന്ന് ചർച്ചയിൽ വരുന്നില്ല. സക്കാത്ത് കൊടുക്കുന്ന ആളാണോ വരുന്നില്ല. എന്താ സംഭവിച്ചത്? സക്കാത്ത് കഴിഞ്ഞിട്ടല്ലേ പിന്നെ നോമ്പ് വരുന്നുള്ളൂ. സക്കാത്ത് കഴിഞ്ഞിട്ടല്ലേ നോമ്പുള്ളൂ, അത് കഴിഞ്ഞിട്ടല്ലേ ഹജ്ജുള്ളൂ. നമസ്കാരം കഴിഞ്ഞാൽ അടുത്തത് സക്കാത്തല്ലേ. പരിശുദ്ധ ഖുർആനിൽ നമസ്കാരത്തോടൊപ്പം ചേർത്ത് 27 സ്ഥലങ്ങളിലാണ് അല്ലെങ്കിൽ അതേ ആശയത്തിൽ വന്നിട്ടുള്ളത്. നിസ്കാരം, സക്കാത്ത്, കഴിവ്. എല്ലാരും വിഷമിക്കേണ്ട കേട്ടിട്ട്, നമുക്ക് ജീവിതാവശ്യം കഴിഞ്ഞ് സാധാരണഗതിയിലുള്ള ജീവിതം, ആർമാദിക്കുന്ന ജീവിതത്തെ കുറിച്ചല്ല, ആർഭാടമുള്ള ജീവിതത്തെ കുറിച്ചല്ല, അനിവാര്യമായും മനുഷ്യന്റെ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിച്ചിട്ട് അവശേഷിക്കുന്നവർ മാത്രമേ സക്കാത്ത് കൊടുക്കേണ്ടതുള്ളൂ. ഉള്ളവരെ പറ്റിയാ പറഞ്ഞത്, ഉള്ളവരെ പറ്റിയാണ് പറയുന്നത്. അപ്പോ നമ്മുടെ ചിന്തയിൽ ഒരാൾ മുസ്ലിമാണോ അല്ലേ, ദീനീ നിഷ്ഠയുള്ളവനാണോ അല്ലേ എന്നതിൽ സക്കാത്ത് കടന്നു വരാറില്ല. എന്തേ പറ്റിയത്? നിസ്കാരമില്ലാത്ത ആളെ പറ്റി നമുക്കൊരു ധാരണ ഉണ്ട്, നോമ്പൊന്നും പിടിക്കാണ്ട് നടക്കുന്ന ആളെ പറ്റി ഒരു ധാരണ ഉണ്ട്. സക്കാത്ത് കൊടുക്കാളെ പറ്റി ആ വിഷമം നമുക്കില്ലാത്തത് എന്തേ? കാരണം കാലങ്ങളായി സമൂഹം വെച്ചു പുലർത്തി പോന്ന ഒരു രീതിശാസ്ത്രമാണ്. അതിൽ പണ്ഡിതന്മാരും കുറ്റക്കാരാണ്, പണ്ഡിതന്മാരും കുറ്റക്കാരാണ്. നമസ്കാരത്തെ കുറിച്ച് 100 പ്രസംഗം നടത്തുമ്പോൾ സക്കാത്തിനെ കുറിച്ച് ഒരു പ്രസംഗമേ കേൾക്കുള്ളൂ. നോമ്പിനെ കുറിച്ച് 100 പ്രസംഗം കേൾക്കുമ്പോൾ സക്കാത്തിനെ കുറിച്ച് ഒരു പ്രസംഗമേ കേൾക്കുള്ളൂ. കാലങ്ങളായിട്ട് ഇങ്ങനെ പോരാ. സക്കാത്ത് ഒരു വിഷയമല്ല, നല്ല പരിചയമുള്ള വാക്കാ. പിന്നെ ജനങ്ങളുടെ ഒരു ധാരണയുണ്ടല്ലോ, റമദാൻ മാസത്തിൽ മനുഷ്യന്മാര് വീട് കയറി ഇറങ്ങും, അപ്പൊ നമ്മൾ കൊടുക്കുന്ന 10 രൂപ, 20 രൂപ, 50, 100, അല്ലെങ്കിൽ നമ്മൾ തന്നെ നമ്മുടെ വീട്ടിൽ വരാത്ത ചിലർ കൊണ്ട് കൊടുക്കുന്ന ഇത് സക്കാത്താണെന്നാണ് അധിക ജനങ്ങളുടെയും ധാരണ. മഹാ അബദ്ധം. അത് സദഖയാണ്. സദഖയും കൊടുക്കണം, സദഖയും കൊടുക്കണം. സക്കാത്ത് അതല്ല, നമ്മൾ കൊടുക്കുന്നതല്ല സക്കാത്ത്. ഇസ്ലാം ഇപ്പൊ തന്നെ കേട്ട ആയത്താണ്, ഖുദ് മിൻ അംവാലിഹിം. വിശ്വാസികളുടെ ഭരണാധികാരിയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ കൽപ്പന നീ സ്വീകരിക്കണം ജനങ്ങളിൽ നിന്ന്. നബിക്ക് വേണ്ടി
തൊഴിലാളികളാണ് പോണത് സക്കാത്ത് ശേഖരിക്കാൻ. സക്കാത്ത് കൊടുക്കപ്പെടുന്ന 8 വിഭാഗത്തിൽ ഒരു വിഭാഗമാണ് അതിന്റെ തൊഴിലാളികൾ. സക്കാത്ത് വാങ്ങിക്കൊണ്ടുവരികയും ബൈത്തുൽ മാലിൽ സൂക്ഷിക്കുകയും സക്കാത്തിന്റെ അർഹർക്ക് വിതരണം ചെയ്യുന്ന തൊഴിലാളികൾ, ജോലിക്കാർ. വൽ ആമിലീന അലൈഹാ, ഖുർആൻ സക്കാത്തിന്റെ അവകാശികളായി പറഞ്ഞ ആ 8 വിഭാഗത്തിൽ ഒരു വിഭാഗം. അപ്പൊ മനസ്സിലായി, ഞാൻ വേറെ ആക്കി കൊടുക്കുന്ന പരിപാടിയല്ല സക്കാത്ത്, അത് സദഖയാണ്, അത് സദഖയാണ്. അപ്പോൾ സക്കാത്ത് നല്ല പരിചയമുണ്ട്, ഒരു തിരിച്ചറിവില്ലായ്ക കാലങ്ങളായി നമ്മുടെ സമൂഹത്തിൽ തുടരുകയാണ്. ഇത് വ്യക്തിക്ക് കൊടുക്കുന്നതല്ല സക്കാത്ത്. ചിലരൊക്കെ ധാരണ നമ്മുടെ സ്വന്തത്തിൽ തന്നെ പാവങ്ങളുണ്ടല്ലോ, അപ്പൊ പിന്നെ നമ്മുടെ അനന്തരാവകാശികളായി വരുന്നവരോ അവരുടെ സംരക്ഷണം എന്റെ ബാധ്യതയായി വരുന്നവരോ സക്കാത്തിന് അർഹരല്ല. സൂക്ഷിക്കണം. എന്റെ വാപ്പ എന്റെ സക്കാത്തിന്റെ അർഹനല്ല, എന്റെ ഉമ്മ, എന്റെ മക്കൾ, അനുജൻ, ചേട്ടൻ, മൂത്താപ്പ, അളാപ്പ, അവരൊക്കെ അനന്തരാവകാശിയായിട്ട് വരാവുന്നവരാണ്. എന്റെ വല്യപ്പ പട്ടിണി കിടന്നാൽ അതിന്റെ ബാധ്യത എനിക്കാ. ആ വല്യപ്പാനെ സംരക്ഷിക്കേണ്ട ബാധ്യതയുണ്ട്. എന്റെ ബാധ്യതയിൽ വരുന്ന ഒരാളും സക്കാത്തിന്റെ അവകാശികളല്ല. അതിനും പുറത്തുള്ള ബന്ധുക്കൾ പരിഗണിക്കാവുന്നതാണ്. അന്യര്, നാട്ടുകാർ അർഹരാണെങ്കിൽ സദഖ കൊടുക്കാം. വാപ്പാക്ക് സദഖ കൊടുത്താൽ മഹാപുണ്യം, ഉമ്മാക്ക് സദഖ കൊടുത്താൽ മഹാപുണ്യമാണ്, ഭാര്യക്ക് സദഖ കൊടുത്താൽ പുണ്യമാണ്, ഭർത്താവിന് സദഖ കൊടുത്താൽ സക്കാത്ത് കൊടുക്കാൻ പറ്റില്ല, മക്കൾക്ക് സദഖ കൊടുക്കാം, സ്വന്തക്കാർക്കൊക്കെ അവിടെ പറയണ്ടല്ല, അവിടെ അങ്ങോട്ട് വികസിക്കുന്ന കുടുംബക്കാർക്ക് സദഖ കൊടുക്കാം. സക്കാത്ത് കൊടുക്കാൻ പറ്റില്ല. അത് ഭരണകൂടം പിരിച്ചെടുക്കുന്ന. അപ്പൊ നമുക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും? ഇസ്ലാമിക ഗവൺമെന്റ് അല്ലേ സക്കാത്ത് പിരിച്ചുകൊണ്ടോണം. പിന്നെ ഞാൻ എങ്ങനെ കൊടുക്കത്? ഇസ്ലാമിക ഗവൺമെന്റ് ഇല്ലാത്ത നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പള്ളി സ്ഥാപിച്ചില്ലേ? ഗവൺമെന്റ് ഇല്ലല്ലോ. ശരിക്കും പള്ളിയിലെ കാവിനെ വെക്കേണ്ട ഗവൺമെന്റ് അല്ലേ? ഇസ്ലാമിക ഭരണകൂടല്ലേ വെച്ചിരുന്നത്. നമ്മൾ പള്ളി സ്ഥാപിച്ചിട്ടുണ്ട്, ജുമ സ്ഥാപിച്ചിട്ടുണ്ട്, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യില്ലേ? ഇതുപോലെ പള്ളി കേന്ദ്രീകരിച്ച് ജനങ്ങൾക്ക് വിശ്വസ്തരായ കുറച്ചാളുകൾ ചേർന്ന ഒരു സക്കാത്തിന്റെ സമിതി, അവർ കൃത്യമായി ജനങ്ങളിൽ നിന്ന് സക്കാത്ത് പിരിച്ചെടുത്ത് ആ മഹല്ലിലെ, ആ പരിധിയിലെ അർഹരായ ആളുകൾ അപേക്ഷിക്കുന്നവർ നല്ലട്ടോ. ഭയങ്കര തെറ്റിദ്ധാരണ. അപേക്ഷ സക്കാത്തിന്റെ അർഹത തെളിവാണ്. ഇവിടെ സക്കാത്ത് കൊടുക്കുന്ന കേട്ടാ 100 കണക്കിന് അപേക്ഷ ഒഴുകി വരും. അപേക്ഷിക്കുക എന്നതൊരു വിഷയമല്ല. നമ്മൾ കണ്ടെത്തുക, ആ മിസ്കീനെ, ആ ദരിദ്രനെ, ഫക്കീറിനെ കണ്ടെത്തുക. അയാൾ ചിലപ്പോ അപേക്ഷ തരട്ടെ, തരാതിരിക്കട്ടെ, അതൊരു വിഷയമല്ലല്ലോ. ഇതിപ്പോഴും ജനങ്ങൾക്ക് ഒരു മഹല്ലിൽ സക്കാത്തിനെ കുറിച്ച്, അത് സംഘടിതമായി ശേഖരിച്ച് വിതരണം ചെയ്യുന്നതിനെ കുറിച്ച് ജനങ്ങൾക്ക് അവബോധം ഉണ്ടാക്കാൻ ഒരു സംഘം വീട് കയറി ഇറങ്ങി ആളുകളെ ബോധവൽക്കരിച്ച്, ഇങ്ങനെ ഇക്കൊല്ലം തൊട്ട് നമ്മള് ഇങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് ഒന്നിച്ച്. അപ്പൊ പറഞ്ഞു ആ വീട്ടുകാരൻ എന്റെ 500 എഴുതിക്കോളാൻ. ഇപ്പൊ എന്താ സംഭവം? എന്റെ സംഭാവന അതിൽക്ക് 500 എഴുതിക്കോളാൻ. എന്താ സംഭാവന പിരിക്കാൻ നടന്നതാണ് ഇവര്. എന്റെ വക 500 എഴുതിക്കോളാൻ പറഞ്ഞ ആ മനുഷ്യൻ എന്താ മനസ്സിലായത്? ഇതാ ഞാൻ പറഞ്ഞത്. കേട്ടിട്ടുണ്ട്, അറിയാം, എന്നാലും അറിയായിക ഇങ്ങനെ തുടരുകയാണ്. സമ്പത്തിന്റെ കാര്യത്തിൽ ഇസ്ലാമിന്റെ ബേസ് അറിഞ്ഞാലേ ഈ സക്കാത്ത് നമുക്ക് എളുപ്പമുള്ള പരിപാടി ആവുള്ളൂ. അന്ന് പറഞ്ഞു, മനുഷ്യരെ, കുലൂ മിമ്മാ ഫിൽ അർളി ഹലാലൻ ത്വയ്യിബൻ, നിങ്ങൾ ഭൂമിയിൽ നിന്ന് ഹലാലായത് തിന്നണം, ത്വയ്യിബൻ നല്ലത് തിന്നണം, വലാ തത്തബിഉ ഖുതുവാത്തിശ് ശൈത്വാൻ, പിശാചിന്റെ കാലടിപ്പാടുകളെ നിങ്ങൾ പിൻപറ്റരുത്. ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ,
നിങ്ങളുടെ വ്യക്തമായ ശത്രുവാണ് പിശാച്. പിശാച് നിങ്ങളെ പിശുക്കിനാണ്, സദഖയിൽ നിന്നും സക്കാത്തിൽ നിന്നും നിങ്ങളെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമം നടത്തും. അതുകൊണ്ട് അവന്റെ പിന്നാലെ നിങ്ങൾ പോകരുത്. നിങ്ങളുടെ ശത്രുവാണ്, അപകടത്തിലേക്കാണ് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോവുക. ആ പിശാച് നിങ്ങളുടെ സമ്പത്ത് കൊണ്ട് തന്നെ നിങ്ങളെ ശിക്ഷിക്കാൻ, നാശം മേടിച്ചെടുക്കാൻ, നമ്മ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്ത് നമ്മുടെ നാശത്തിന് കാരണമായി തീരുന്ന വിധമാണ് പിശാച് നിങ്ങളെ ഉപദേശിക്കുക. അപ്പോ ജനങ്ങൾക്ക് അർഹതപ്പെട്ട വിഹിതം നമ്മുടേതല്ല. ഈ നമ്മുടെ സമ്പത്തിൽ 2.5 നമ്മുടേതല്ല. അതിന്റെ അവകാശം കൊടുക്കുക എന്നതാണ് പറഞ്ഞത്. ഹലാലായിരിക്കണം. ഈ 2.5 ഹലാലല്ല. സമ്പത്തിന്റെ സക്കാത്ത് കൊടുക്കാനുള്ള കണക്കെത്തുമ്പോൾ അതിനു മീതെയുള്ളവൻ. ഒരു തെറ്റിദ്ധാരണ ജനങ്ങൾക്ക്. അതിവിടെ ഒരു സ്വർണത്തിന്റെ കാര്യത്തിലൊക്കെ വ്യത്യസ്ത അഭിപ്രായമുള്ളതാണ്. പണ്ഡിതന്മാർക്ക് ഒരു 20 മിസ്കാൽ സ്വർണമുണ്ടെങ്കിൽ 85 ഗ്രാമാണ് ഈ പറഞ്ഞത്. 20 മിസ്കാൽ സ്വർണം എന്നത് 85 ഗ്രാം സ്വർണമാണ്. 84 ഗ്രാമാണ് 10.5 പവൻ. അതുകൊണ്ട് പണ്ഡിതന്മാര് പറഞ്ഞത് 10.5 പവൻ വരെ സക്കാത്തില്ല. ഒരാൾക്ക് 15 പവനുണ്ടെങ്കിൽ സ്വർണം ആഭരണമായിട്ടോ അല്ലാതെയോ ഉണ്ടെങ്കിൽ ഈ 10.5 കിഴിച്ചിട്ടല്ല 15 പവന്റെ സക്കാത്ത് കൊടുക്കണം. സമ്പത്തും അങ്ങനെ തന്നെ. എനിക്ക് ജീവിക്കാൻ ഒരു ഇത്ര വേണം, ഒരു കൊല്ലത്തിന് ഇത്ര വേണം, ബാക്കി അല്ല. ആ ബാക്കിയിൽ നിന്നല്ല സക്കാത്ത് കൊടുക്കേണ്ടത്, മൊത്തത്തിൽ നിന്ന് 2.5 കൊടുക്കണം. അപ്പോഴും 97 നമ്മൾക്കില്ലേ? 97 നമ്മുടെ കയ്യിലില്ലേ? അതുകൊണ്ട് ഹലാലായ ഭക്ഷണം, ത്വയ്യിബായ ഭക്ഷണം, സക്കാത്തും സദഖയും നീക്കപ്പെട്ടതാണ് ത്വയ്യിബ്. അർഹമായ മാർഗത്തിൽ സമ്പാദിച്ചതാണ് ഹലാൽ. അതായിരിക്കണം. ഹലാലല്ലാത്ത ഒരു കച്ചവടത്തിൽ ജോലിക്കാരനാവാനും പോലും നമുക്ക് അനുവാദമില്ല. പലിശ ഇടപാടുള്ള ഒരു സ്ഥാപനത്തിൽ ക്ലർക്കായിട്ടോ മറ്റോ പ്യൂണായിട്ടോ ജോലി ചെയ്യാൻ പാടില്ല ഒരു മുസ്ലിമിന്. മാപ്പിളമാരൊക്കെ ജോലി ചെയ്യുന്നു, അതിനെ പറ്റിയല്ല ഞാൻ പറയാം. മുസ്ലിമിന്റെ കാര്യം അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്നറിഞ്ഞ് പ്രഖ്യാപിച്ച മുസ്ലിമിനെ സംബന്ധിച്ച് പലിശ ഇടപാട് നടക്കുന്ന സ്ഥാപനമാണെന്ന് ബോധ്യപ്പെട്ടാൽ അതിലെ ഒരു ജോലിയും അവന് അനുവദനീയമല്ല. മദ്യവുമായി ബന്ധപ്പെട്ട ഒരു ജോലി, ലോട്ടറിയുമായി ബന്ധപ്പെട്ട ജോലിക്കാരനാവാൻ മുസ്ലിമിന് അത് ഹറാമായ മാർഗമായി തീർന്നു. കൂലി കുറഞ്ഞാലും ശമ്പളം കുറഞ്ഞാലും ഹലാലെന്ന് ഉറപ്പുള്ളതാണ് ബർക്കത്തുള്ള വരുമാനം. ഇവിടുന്ന് ഹലാലെന്ന് 500 റുപ്യ ദിവസം കിട്ടുള്ളൂ, മറ്റോടത്തുനിന്ന് 1000 റുപ്യ കിട്ടും, അല്ലെങ്കിൽ 2000 കിട്ടും. ഈ 500-നായിരിക്കും ബർക്കത്ത്. അത് ഈ മുതലാളിക്ക് ശമ്പളത്തിന്റെ കൂടെ പ്ലസ് ഇട്ട് തരാൻ പറ്റിയതല്ല. ഈ ബർക്കത്ത് 100 റുപ്യ കൂട്ടി തരാൻ പറ്റുമോ? ബർക്കത്ത് തരാൻ ഈ കച്ചവട മുതലാളിക്ക് സാധ്യമല്ല. സ്ഥാപനം നടത്തുന്ന അത് അവിടെ ആകാശ ലോകത്തു നിന്ന് കിട്ടേണ്ടതാണ് ബർക്കത്ത്. 100 രൂപയുടെ കൂടെയായിരിക്കും ചിലപ്പോ ബർക്കത്ത്. അത് തിരിച്ചറിയാതെ പോയതാണ് നമുക്ക് സംഭവിച്ചത്. ഞാൻ സൂചിപ്പിച്ചല്ലോ, 30 തവണയാണ് സക്കാത്തിനെ കുറിച്ച് ഖുർആനിൽ സക്കാത്ത് കൊടുക്കണമെന്ന് പറഞ്ഞത്. അതിൽ 27 തവണയും നമസ്കാരം കൃത്യമായി നിർവഹിക്കണം എന്ന കൽപ്പനയോട് ചേർന്നാണ് ഇത് വന്നത്. അപ്പോ സ്വർണത്തിനുണ്ട്, വെള്ളിക്കുണ്ട്, പണത്തിനുണ്ട്, ഏത് തരം വരുമാനത്തിനുമുണ്ട്. കാർഷികമായ വരുമാനം അത് ഒരു നിശ്ചിത പരിധി വിട്ടാലാണ്, നെല്ലാവട്ടെ നാളികേരമാവട്ടെ മറ്റാവട്ടെ, ആ പരിധി വിട്ടാൽ അതിനും സക്കാത്ത് കൊടുക്കണം. സക്കാത്ത് സെല്ലുകളിൽ നാളികേരം സ്വീകരിക്കുന്നുണ്ടോന്ന് അറിയില്ല,
നെല്ല് സ്വീകരിക്കുന്നോ അറിയില്ല. അങ്ങനെ സ്വീകരിക്കുന്നില്ലെങ്കിൽ നമ്മൾ അതിന്റെ വില കണക്കാക്കി, അല്ലെങ്കിൽ നെല്ലായിട്ട് കൊടുക്കാം, നാളികേരമായിട്ട് കൊടുക്കാം, അതിന്റെ വിലയായിട്ടൊക്കെ കൊടുക്കാം. സക്കാത്ത് മേലിൽ നിന്ന് നീങ്ങിപ്പോകൽ അത്യാവശ്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇവിടെ സംഭവിച്ച വീഴ്ച, ഇങ്ങനെ ആൾക്കാർക്ക് ഇങ്ങനെ ചെറുതായി കൊടുക്കുന്ന സദക്കയെ സക്കാത്തായി തെറ്റിദ്ധരിച്ച് ഞാനും സക്കാത്ത് കൊടുത്തു എന്ന ആ സമാധാനത്തിലിരിക്കുന്ന മനുഷ്യരാണ്. പിശാച് അവനെ പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറയൂട്ടാ, നിന്റെ മക്കൾക്കും ഭാര്യകൾക്കും ജീവിക്കേണ്ടത് ആദ്യം ഇങ്ങനെ കൊടുത്താൽ കുറയും. ദീനീ സ്ഥാപനങ്ങൾക്ക് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു, പാവങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് നിങ്ങൾ കേട്ടുക. അൻ അബീ കബ്ശത്തൽ അൻസാരി അന്നഹു സമിഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അദ്ദേഹം നബി പറയുന്നതായി കേട്ടു. സലാസുൻ ഉഖ്സിമു അലൈഹിന്ന, 3 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് സത്യം ചെയ്തു പറയുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യം ചെയ്യണമെങ്കിൽ അത്ര ഗൗരവമുണ്ടെങ്കിൽ സാധാരണ വർത്താനായിട്ട് പറയും. സത്യം ചെയ്തു പറയുക അത്രയും ഗൗരവമുള്ള വിഷയമായിരിക്കും. എന്നിട്ട് പറയും, ഞാൻ നിങ്ങൾക്കൊരു വർത്താനം പറഞ്ഞുതരാം, സത്യം ചെയ്തിട്ട് പറയണം, നിങ്ങളത് സൂക്ഷിക്കണേ, ശ്രദ്ധിച്ചു കേൾക്കണേ, മനസ്സിലാക്കണേ. ഞാൻ സത്യം ചെയ്ത് പറയുന്ന കാര്യം, അള്ളാഹുവിനെ പിടിച്ച് സത്യം ചെയ്തുകൊണ്ട് റസൂൽ പറയാ, സദക്ക കൊണ്ട് ഒരു ദാസന്റെ സമ്പത്തും കുറഞ്ഞു പോകില്ല. സത്യം ചെയ്തിട്ടാ പറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പിശാച് പറയുന്നത് കുറയുന്നാണ്. നീ കൊടുത്താൽ കുറയും, 2.5 കൊടുത്താൽ 97 കണക്കൂട്ടുമ്പോ ശരിയാണല്ലോ. പക്ഷേ 100-ൽ യാതൊരു ബർക്കത്തില്ലാതിരിക്കുകയും 97-ൽ ബർക്കത്തുണ്ടാവുകയും ചെയ്താൽ അവിടെയാണ് വിഷയം. അതറിയാത്തതാണ് പ്രശ്നം. അപ്പൊ റസൂൽ ഒന്നാമതായി പറയുന്ന കാര്യം, സത്യം ചെയ്ത് പറയുന്ന കാര്യം, സദക്ക കൊടുത്തത് കൊണ്ട് ഒരാളുടെ സമ്പത്തും കുറഞ്ഞു പോവുകയില്ല. രണ്ടാമത്തെ കാര്യം അറിയോ, ولا ظلم عبد مظلمة صبر عليها إلا زاده الله عزا. ഒരാൾ കടുത്ത അനീതിക്ക് അക്രമത്തിന് വിധേയമായി, മറ്റുള്ളവരിൽ നിന്ന് കടുത്ത അനീതിക്കും അക്രമത്തിനും വിധേയമായി, അവൻ പകരം ചെയ്തില്ല, പകരം പറഞ്ഞില്ല, ക്ഷമിച്ചു, അവന്റെ ഇസ്സത്ത് അല്ലാഹു വർദ്ധിപ്പിക്കാതിരിക്കുകയില്ല. ഇത് നമുക്ക് മനസ്സിലാവാത്ത കാര്യമാണ്. ഈ സത്യം ചെയ്ത് പറഞ്ഞത് നമുക്ക് മനസ്സിലാവാത്ത കാര്യമാണ്. ആദ്യത്തെ മനസ്സിലായിട്ടില്ല. സദക്ക കൊടുത്താൽ കുറയില്ല എന്ന് നബി സത്യം ചെയ്ത് പറഞ്ഞ നമുക്ക് മനസ്സിലായിട്ടില്ല. ഇതുപോലെ നമ്മോട് മോശമായി പെരുമാറിയ ഒരാൾ, ചീത്ത പറഞ്ഞു അല്ലെങ്കിൽ അക്രമം ചെയ്തു, പകരം ചെയ്യാതെ ക്ഷമിച്ചു, ഈ ക്ഷമിച്ചവന്റെ ഇസ്സത്ത് അല്ലാഹു വർദ്ധിപ്പിക്കാതിരിക്കുകയില്ല. നമ്മളെ വിശ്വാസം എന്താ, നമ്മളെ അനുഭവം എന്താ? പറഞ്ഞതിന്റെ ഒരു ഇരട്ടി പറഞ്ഞാലൊരു സമാനാവുള്ളൂ. നമ്മൾ കൂട്ടുകാരാ, മുസ്ലിങ്ങളായ മുവാഹിദുകളായ കൂട്ടുകാരെന്താ പറഞ്ഞുതരാ, ശരിക്കും അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാറുന്നില്ല എന്ന് ചോദിക്കാം. നിനക്ക് ക്ഷമിക്കായിരുന്നില്ല എന്നല്ലല്ലോ ചോദിക്കുക. നിന്റെ നാവ് എവിടെ ആയിരുന്നു, നിനക്കും പറഞ്ഞു കൊടുക്കാറുന്നില്ലേ 2 വർത്താനങ്ങള് എന്നല്ലേ കൂട്ടുകാർ ഉപദേശിക്കുക. അല്ലാഹുവിന്റെ റസൂൽ സത്യം ചെയ്ത് പറയുന്നു, പകരം ചെയ്യാതെ ക്ഷമിച്ചാൽ അല്ലാഹുവിന്റെ ഇസ്സത്ത്, ആ ക്ഷമിച്ചവന്റെ ഇസ്സത്ത് അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുക്കാതിരിക്കുകയില്ല. മൂന്നാമത്തെ കാര്യം നമുക്ക് തിരിയാത്തതാണ്. ولا فتح عبد باب مسألة إلا فتح الله له باب فقر. ആരെങ്കിലും യാചനയുടെ വാതിൽ തുറന്നാൽ, ആളുകളുടെ മുമ്പിൽ കൈനാട്ടി നടക്കുന്ന രീതി തുടർന്നാൽ, അല്ലാഹുവിന് ദാരിദ്ര്യം വർദ്ധിപ്പിക്കാതിരിക്കില്ല. ദാരിദ്ര്യത്തിന്റെ വാതിൽ തീരെ അവന്റെ ദാരിദ്ര്യമാവില്ല. അതുകൊണ്ടാണ് പണ്ടിങ്ങനെ പോയിരുന്നത്. ഇപ്പൊ മക്കളൊക്കെ ഗൾഫിലായി, എന്നിട്ട് നടക്കാൻ തോന്നുന്നത് എന്തുകൊണ്ടാ? പണ്ട് പോയിരുന്നു
പിന്നെ മക്കളൊക്കെ ആയി ഇങ്ങനെ നല്ല വരുമാനമായി. പക്ഷെ ഒരു ശീലിച്ചു പോയല്ല, നോമ്പൊക്കെ അങ്ങനെ വീടുകളിൽ നടക്കല്. അള്ളാഹുവിന്റെ റസൂൽ സത്യം ചെയ്തു പറഞ്ഞു, അവന്റെ ദാരിദ്ര്യം ഒരിക്കലും മാറില്ല. ആ ദാരിദ്ര്യത്തിന്റെ വാതിൽ അത്ര വൃത്തികെട്ട പണിയാണ് ആളുകളുടെ മുമ്പിൽ കൈ കാണിക്കുന്നത്, ആളുകൾക്ക് കൊടുക്കുന്നത്, മഹത്തായ പുണ്യം കൈനീട്ടി ചോദിക്കുന്നത് വൃത്തികെട്ട ഏർപ്പാട്. ആ സാമ്പത്തിക ശാസ്ത്രം പഠിക്കണം. കൊടുക്കുന്നത് മഹാപുണ്യം. മോളിലുള്ള കൈ, അടിയിലുള്ള കൈ വളരെ മോശമാണ്. ഒരിക്കലും യാചിക്കാൻ പാടില്ല. യാചിക്കാൻ അനുവാദമുള്ള രണ്ട് ഘട്ടങ്ങൾ, രണ്ടവസ്ഥകൾ ജനങ്ങളോട് ചോദിക്കാൻ. ഒന്ന്, ഫീസബീലില്ല. ഇപ്പൊ പള്ളി, ഈ പള്ളിയുടെ കാര്യം, പള്ളി നടത്തണം, മദ്രസ നടത്തണം, അങ്ങനെയുള്ള കാര്യങ്ങൾ അതിന്റെ ഭാരവാഹികൾക്ക് ചോദിക്കാം. അവർക്കല്ല, ഇത് സാന്ദർഭികമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് പുറത്തു വെച്ചിട്ടുള്ള ബക്കറ്റ് അല്ലെങ്കിൽ കമ്മിറ്റിക്കാരെ ഏൽപ്പിക്കുക, ഇന്ന് ഈ പള്ളി നടത്തിക്കൊണ്ടുപോകാൻ തന്നെ ഞെരുങ്ങുന്നുണ്ടെന്നാണ് കമ്മിറ്റി അറിയിച്ചിട്ടുള്ളത്. അപ്പൊ ഇന്ന് പുറത്ത് ബക്കറ്റ് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവരെ കൂടി ഇരിക്കുന്നുണ്ട്. അവരെ വലിയ സംഖ്യയൊക്കെ അവരെ ഏൽപ്പിക്കുക, അല്ലാത്തതൊക്കെ ബക്കറ്റിൽ ഇടുക. മറക്കണ്ട ആ കാര്യം. നമ്മ വരുന്ന പള്ളിയിലെ കാര്യം പറഞ്ഞു, വേറെ പള്ളിക്കാരും പിരിവിന് വരാറുണ്ട്. നമ്മൾ നടത്തുന്ന പള്ളിയുടെ കാര്യം നമ്മളല്ലാണ്ട് പിന്നെ ആരാ നോക്കുക? അപ്പോ അത് ചോദിക്കാം നമുക്കല്ലത്. അല്ലെങ്കിൽ ഒരു പാവപ്പെട്ടവന്റെ ദുസ്ഥിതി, ഒരു രോഗിയുടെ ദുസ്ഥിതി ഞാൻ അറിഞ്ഞു, അയാൾക്ക് വേണ്ടി എനിക്ക് ജനങ്ങളോട് ചോദിക്കാം. എനിക്കല്ല, അയാൾക്ക് വേണ്ടി. അങ്ങനെ ഒരു പാവുണ്ട്, അയാള് നാട്ടിൽ നടന്നെന്ന് അഭിമാനമുള്ളതുകൊണ്ട് ആരോടും പറയാത്തതാണ്. ഇത്ര ഞെരുങ്ങുന്നുണ്ട്, ഞെരുക്കറിഞ്ഞ ആൾക്ക് ജനങ്ങളോട് പറഞ്ഞിട്ട് അയാൾക്ക് വേണ്ടി സഹായം ചെയ്യും. രണ്ടാമത്തെ ഒരു വിഷയം, നേരിട്ട് അയാൾക്ക് ചോദിക്കുന്നത് ദാരിദ്ര്യത്തിന്റെ കാഠിന്യം കൊണ്ട് പട്ടിണി അമിതമായി ചോദിക്കൽ അത്യാവശ്യമായി വരുന്ന ഘട്ടത്തിൽ അവന് ചോദിക്കാം. അരിയില്ല, മരുന്നില്ല എന്ന കാര്യം തുറന്നു പറയാം. പക്ഷെ അതൊരു ശീലമാക്കരുത്, അതൊരു ജീവിത മാർഗം, ചോദിക്കൽ ജീവിത മാർഗമാക്കരുത്. പല ആൾക്കാരും പറഞ്ഞില്ലേ, ഒരു എത്രയോ കൊല്ലം മുമ്പ് പറഞ്ഞ് 4 മക്കളെ കെട്ടിക്കാൻ, ഇപ്പോ എന്നിട്ടും പറഞ്ഞ 4 മക്കളെ കെട്ടിക്കാൻ വ്യത്യാസം വരുന്നില്ല. പറഞ്ഞ പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കാം. അതുകൊണ്ട് നൽകൽ മഹാപുണ്യം, ചോദിക്കൽ മഹാപുണ്യം. ഇതാണ് ഇസ്ലാമിന്റെ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ രണ്ടാമത്തെ വശം. അത്ഭുതകരമാണത്. അപ്പോ അഭിമാനത്തോടെ ജീവിക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. മോശക്കാരനാവാൻ ആരും ആഗ്രഹിക്കുന്നില്ല. ശുദ്ധമായത് കഴിക്കണം, ഹലാലായത് കഴിക്കണം. അതിന് സക്കാത്ത് നിർബന്ധമാണ്. ഇവിടെയും ഒരു സക്കാത്ത് സെല്ലുണ്ട്. നിങ്ങളുടെ സക്കാത്തിന്റെ വിഹിതം അതായിരിക്കും ഒരു സമൂഹത്തിലെ ജനങ്ങളുടെ എല്ലാവരെയും, നമ്മളെ അടുത്ത് വരുന്നവർ, നമുക്ക് അറിയുന്നവർക്ക് നമുക്ക് കൊടുക്കാം. ഇതാകുമ്പോ ആ പരിധിയിൽ, ആ കമ്മിറ്റിയിൽ കുറെ അംഗങ്ങളുണ്ടാവും. അവർക്കറിയാലോ, പല ഭാഗത്തും ചോദിക്കാൻ വരാത്തവർ, അപേക്ഷിക്കാത്തവരൊക്കെ ഉണ്ടാവും, അർഹതപ്പെട്ടവർ. അത് നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാ. اللهم صل على محمد وعلى آل محمد. أيها الناس أوصيكم عباد الله وإياي تقوى الله. അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്നൊരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു. റബ്ബ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഈ പരിശുദ്ധ റമദാന്റെ മുഴുവൻ പുണ്യവും ലഭിക്കുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. എങ്ങനെയാണ് എൻ്റെ സ്വത്ത് കൊടുക്കാൻ പറ്റും? എൻ്റെ സ്വത്ത് ഞാൻ സമ്പാദിച്ചത് എങ്ങനെ കൊടുക്കാൻ പറ്റും? കൊടുക്കാൻ കാരണം വല്ലദീന യൂതൂന മാ അതു വഖുലൂബുഹും വജിലത്തുൻ അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ. അവർക്ക് നൽകപ്പെട്ട സമ്പത്തിൽ നിന്ന് അവർ ചെലവഴിക്കാനുള്ള കാരണമറിയുമോ?
വഖുലൂബുഹും അവരുടെ ഹൃദയം വജിലത്തുൻ പേടിച്ച് വിറക്കുകയാണ്. അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ ലാസ്റ്റ് റബ്ബിലേക്ക് തിരിച്ചെത്തേണ്ടി വരുമെന്ന ഭയപ്പാടിലാണ് അവന്റെ ഹൃദയമുള്ളത്. എൻ്റെ വീട്ടിൽ എല്ലാ സൗകര്യങ്ങളുമുണ്ട്. എൻ്റെ അറിവിൽ ദാരിദ്ര്യം കൊണ്ട് ഞെരുങ്ങുന്ന ഒരു കുടുംബമുണ്ട്. അവനെ സഹായിക്കാൻ ഞാൻ ബാധ്യതപ്പെട്ടവനാണ്. ഞാൻ സഹായിക്കുന്നില്ല എങ്കിൽ റബ്ബിനെ കണ്ടുമുട്ടുമ്പോ എൻ്റെ റബ്ബിനെ ഞാൻ കണ്ടുമുട്ടേണ്ടി വരും. ഞാൻ ചോദ്യം ചെയ്യപ്പെടും. അപ്പോൾ എൻ്റെ മറുപടി എന്ത് മറുപടിയാണ് എനിക്ക് പറയാനുള്ളത്? ഞാനാവട്ടെ കൂട്ടിവെച്ച് കൊടുക്കാതെ കൂട്ടിവെച്ച് അതിങ്ങനെ ഒക്കെ ഉപേക്ഷിച്ചിട്ട് അങ്ങോട്ട് മരിച്ചു പോണ്ടി വരും. കൂടെ കൊണ്ടുപോകാൻ പറ്റുമായിരുന്നെങ്കിൽ, കൂടെ കൊണ്ടുപോകാൻ പറ്റുമായിരുന്നെങ്കിൽ വിജയിക്കുമായിരുന്നു. ആരും അനുവദിക്കില്ല. അറിയാതെ ഒരു മോതിരം കൈ വിട്ടു പോകാന്ന് വെച്ചാൽ മയ്യത്ത് കുളിപ്പിക്കുന്നവർ സമ്മതിക്കുകയില്ല. അവർ ഊരിയെടുക്കും. ആരറിയാതെ ഒരു മോതിരെങ്കിലും അങ്ങോട്ട് കൊണ്ടുപോകാന്ന് വെച്ചാൽ മയ്യത്ത് കുളിപ്പിക്കുന്നവര് ഊരാൻ കിട്ടിയില്ലെങ്കിൽ കത്തിലെടുത്ത് വെട്ടും, ഊരിടും. ഒന്നും കൊണ്ടുപോകാൻ പറ്റും. ഈ കൂട്ടി വെച്ചതോ? അപ്പോ റബ്ബിനെ കണ്ടുമുട്ടേണ്ടി വരുമെന്ന ഭയം കൊണ്ടാണ് കൊടുക്കാൻ തയ്യാറാവുന്നത്. ചിലരുണ്ട് ചെലവാക്കാൻ പിശുക്കൊന്നില്ല ദുനിയാവിന്റെ കാര്യത്തിൽ. ഇതുപോലത്തെ സക്കാത്ത് സദഖ കൊടുക്കൂലെങ്കിലും ആർഭാടത്തോട് ഇങ്ങനെ ചെലവാക്കിക്കൊണ്ടിരിക്കും. അതിന് മടിയില്ല. രണ്ടിനും മടിയുള്ളവരുണ്ട്. ദീനിന്റെ മാർഗത്തിലാണ് മടി മുഴുവൻ വരുന്നത്. ഈ പള്ളിക്ക് ഞാൻ കൊടുത്തിരുന്നത് മുമ്പ് 10 കൊല്ലം മുമ്പ് ഈ പള്ളിക്ക് ഞാൻ കൊടുത്തിരുന്നത് 500 രൂപയാണെങ്കിൽ 10 കൊല്ലത്തിന് ശേഷം എല്ലാ രംഗത്തും വന്ന വ്യത്യാസം. പച്ചക്കറിക്ക് വന്ന വില കൂടുതൽ, മത്സ്യത്തിന് വന്ന വില കൂടുതൽ, മാംസത്തിന് വന്ന ഓരോന്നിനും അതൊക്കെ ഞാൻ ഉൾക്കൊണ്ടിട്ട് അതിനനുസരിച്ച് ചെലവാക്കുന്നത്. പള്ളിക്ക് ഇപ്പോൾ 500 തന്നെ, പള്ളിക്ക് ഇപ്പോൾ 500 തന്നെ. അതിന് വ്യത്യാസം പറ്റില്ല. ഞാൻ കൊടുക്കാറ് അങ്ങനെയാണെന്നാ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, അല്ലാഹു പറയുന്നു والذين يكنزون الذهب والفضة ولا ينفقونها في سبيل الله. സ്വർണവും വെള്ളിയും, അതായത് സമ്പത്തിന്റെ 2 മുഖ്യ ഘടകങ്ങൾ. സമ്പത്ത് നിധിയായി സൂക്ഷിക്കുന്നവർ, വലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ചെലവാക്കാതിരിക്കുന്നവർ, ഫബശ്ശിർഹും ബിഅദാബിൻ അലീം, വേദനാജനകമായ ശിക്ഷയുണ്ട് എന്ന് അവരെ സന്തോഷ വാർത്ത അറിയിക്കുക. യൗമ യഹ്മാ അലൈഹാ ഫീ നാരി ജഹന്നം, അവരുടെ സമ്പത്ത് നരകത്തിൽ വെച്ച് തിളപ്പിക്കും, ചൂടാക്കും. എന്നിട്ട് അവന്റെ നെറ്റിത്തടം പഴുപ്പിക്കും. അവന്റെ സമ്പത്ത് കൊണ്ട് കണ്ടാ സമ്പാദിച്ചു കൂട്ടിയിട്ട് അയാൾക്കെതിരായി മാറുകയാണ്. ദാനധർമ്മങ്ങൾ ചെയ്യാതെ, അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവാക്കാതെ, സക്കാത്ത് കൊടുക്കാതെ കൂട്ടി വെച്ച സമ്പത്ത് നാളെ നരകത്തിലിട്ട് ഉരുക്കി അവന്റെ നെറ്റിത്തടങ്ങളും അവന്റെ പാർശ്വങ്ങളും അവന്റെ മുതുകുകളും ചുട്ടുപഴുപ്പിച്ചുകൊണ്ടിരിക്കും. എന്നിട്ടോ അള്ളാഹുവിന്റെ ഒരു വർത്താനവും കേൾക്കണം. ഇതാണ് നിനക്ക് വേണ്ടി നീ ഒരുക്കി കൂട്ടി വെച്ചത്. നീ ചെലവാക്കാതെ, ദാനധർമ്മം ചെയ്യാതെ, സംഭാവന കൊടുക്കാതെ കൂട്ടി വെച്ചത് നീ തന്നെ ആസ്വദിക്കൂ. സൂറത്ത് തൗബയിലെ 34-35 ആയത്തുകളാണ് നിങ്ങൾ കേട്ടത്. അപ്പോ സക്കാത്ത് അങ്ങനെ കൊടുത്താൽ മതി. പാവപ്പെട്ടവർക്ക് പറ്റുന്ന ഒരു ഏർപ്പാട്, സദഖ കൊടുക്കാം. പാവപ്പെട്ടവനും കൊടുക്കണം സദഖ. ഞങ്ങൾ ആർക്കൊന്നും കൊടുക്കേണ്ടതില്ലാത്തവരാണെന്നൊരു വരച്ചിടാൻ നിൽക്കുക കുറെ മനുഷ്യന്മാർ. ഞങ്ങൾക്ക് ആൾക്കാർ തരണം, ഞങ്ങൾ ആർക്കൊന്നും കൊടുക്കൂല, അതിനില്ല. സദഖ പാവങ്ങൾക്ക് കൊടുക്കാന്ന്. ഒരു നേരത്തെ ഒരു ഭക്ഷണം കിട്ടിയ ഒരാൾക്ക് അതിന് പകുതി വേറെ പാവത്തിന് കൊടുക്കാല. ഒരാൾക്ക് 100 രൂപ സംഭാവന കൊടുത്തു, അതിന്ന് 10 രൂപ അവർക്ക് വേറെ കൊടുക്കാലോ.
സദക്ക പാവങ്ങളും ചെയ്യണമല്ലോ. സക്കാത്താണ് ഈ പരിധി എത്തണം. അതുകൊണ്ട് ഇസ്ലാമിന്റെ സാമ്പത്തിക ശാസ്ത്രം ശരിക്ക് തിരിച്ചറിഞ്ഞാൽ പ്രയാസമില്ലാതെ ധർമ്മം ചെയ്യാൻ കഴിയും. നമുക്ക് സന്തോഷത്തോടെ സക്കാത്ത് കൊടുക്കാൻ പറ്റും, സദക്ക കൊടുക്കാൻ പറ്റും. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ നോമ്പും സദക്കയും സക്കാത്തും എല്ലാം നമസ്കാരവും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയാഇ മിന്നാ വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന.